ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു പായസമാണ് ഉണ്ടാക്കിയേക്കണം കേട്ടോ. വെർമിസെല്ലി വെച്ചിട്ട് ഒരു പായസമാണ്. അതിനകത്ത് ഒരു കാര്യം റോസ്റ്റഡ് ആണെങ്കിലും ഞാൻ നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും മറക്കേണ്ട കാര്യമില്ല. അപ്പോൾ നെയ്യിലാവുമ്പോൾ ഒരു ഇച്ചിരി സ്വാദ് കൂടും. അപ്പോൾ ഒരു 100 ഗ്രാം വെർമിസെല്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. തിളപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുകയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് 2 പാക്കറ്റ് പാല് ഇതിനകത്തേക്ക് ഒഴിച്ചേക്കും. അങ്ങനെ മുരിയൊന്നും വേണ്ട, ശരിക്കും ഒന്ന് ചൂടായാൽ മാത്രം മതി. 2 പാക്കറ്റ് പാല്, പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം തിളപ്പിച്ച പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, മിൽമ പാല ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് തിളച്ച് സെറ്റാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് തിളച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേവാനായിട്ടൊരു 5-6 മിനിറ്റ് എടുക്കുമല്ലോ. ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി സെറ്റാവാനായിട്ട് ഇത്തിരി താമസമുണ്ട്. വെർമിസെല്ലി ഇച്ചിരിയും കൂടി ഒന്ന് മൂത്ത കാരണം ഒന്ന് വേവാനായിട്ട് ഇത്തിരി താമസമുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വേണമെങ്കിൽ ഇനി ആവശ്യത്തിന് ലാസ്റ്റ് കുറുകി വരുവാണെങ്കിൽ ഇച്ചിരി പാലും കൂടി ഒഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല. 2 പാക്കറ്റ് പാലിൽ ഈ പായസം റെഡിയായി കിട്ടുക. ഇത് നല്ലോണം ഒന്ന് തിളച്ചേക്കട്ടെ. ഇടയ്ക്കൊന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഞാനൊന്ന് അടയ്ക്കുന്നുണ്ട് ഇടയ്ക്ക്. നല്ലോണം ഇളക്കി നമ്മൾ ആ ഒരു വേവുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതാണ്. നല്ലത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം പഞ്ചസാര ഇടാം നമുക്ക്. നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തേക്കുന്നത് വെർമിസെല്ലി. അപ്പോൾ പഞ്ചസാര ഒരു 100 ഗ്രാം തന്നെ എടുത്തിട്ടില്ല കേട്ടോ. അതിട്ട് കൊടുത്ത് പിന്നെ കുറച്ചുകൂടെ ഇനി മധുരം വേണമെങ്കിൽ 2 കൊടുത്താൽ മതിയല്ലോ. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെയും ഇത് കുറച്ച് നേരം കൂടി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. പാതി വേവിലാണ് നമ്മൾ ഈ പഞ്ചസാര കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ പഞ്ചസാര ഇട്ടാൽ ചിലപ്പോൾ വെന്തില്ലെങ്കിലും. അപ്പോൾ പാതി വേവായപ്പോഴാണ് പഞ്ചസാര ഇട്ട് അതൊന്നുകൊണ്ട് തിളച്ച് വെർമിസെല്ലിയിലേക്ക് ചേരണമല്ലോ. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരുന്നാൽ നല്ലത് കേട്ടോ. അധികം വറ്റിയൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിന് എനിക്ക് കിട്ടി. ഇത്തിരി നാളായി ഇത്തിരി പായസം ഉണ്ടാക്കണം ഓർത്തിരിക്കുന്നു. ഇച്ചിരി പഞ്ചസാരയും കൂടി മധുരം കുറവ് പോലെ തോന്നി. ഇപ്പോൾ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിം അല്ല കേട്ടോ, ലോ ഫ്ലെയിം അല്ല, മിഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കളിച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത്തിരി ഏലക്കായ പൊടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഏലക്കായ പൊടിക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കും. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഏലക്കായ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചാണ് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇനി വറുത്തിടണം. കാഷ്നട്ട് ഞാൻ മുന്തിരിങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് ഈ മുന്തിരിങ്ങ ഇടുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ കാഷ്നട്ട് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഗോൾഡൻ നിറാവുന്നൊരു ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താലോ. ഒത്തിരി നാളായി ഞാനൊരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ട്. അടപ്പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ സേമിയ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിട്ട്. കൊള്ളാം, തിരക്കേട്ടില്ല, നല്ല പായസമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ നിറാവുന്നുണ്ട്. ഞാനിത് മുഴുവനായിട്ടല്ല കേട്ടോ, ഒന്ന് കട്ട് ചെയ്തിട്ടായിട്ട് കേട്ടോ.
നല്ലോണം ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മിക്സിയിൽ വെച്ചിട്ട് ഒരു പായസമാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇനി ഇത് വെച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. ഞാനിന്നിപ്പോൾ പായസമാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ പായസമൊക്കെ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസം റെഡി ആയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെർമിസെല്ലിയുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരാം കേട്ടോ. ശരിക്കും ഒരു 3.5 ഗ്ലാസ്സോളം ഉണ്ട് കേട്ടോ എടുത്തിട്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പായസം ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഞാനൊന്നുകൂടി പറയുന്നു, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. കുറച്ച് കാഷ്നട്ടും കൂടി ഞാൻ അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി.